കോൺഗ്രസ് ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യാപക അക്രമം. നേതാക്കൾ പ്രസംഗം തുടരുന്നതിനിടെ പോലീസിനെതിരെ കല്ലും പലകയും വലിച്ചെറിഞ്ഞു. അക്രമം തുടങ്ങിയ സമയം പ്രതിപക്ഷ നേതാവും കെപിസിസി പ്രസിഡന്റും നേതാക്കളും കളം വിട്ടു. വിജിൻ വായന്തോടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സംഭവ സ്ഥലത്ത് നിന്നും വിജിൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? കീർത്തി, ഇപ്പോൾ ഞാൻ KPCC ഓഫീസിന് മുൻവശത്താണുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള അക്രമമായിരുന്നു പോലീസിന് നേരെ ഉണ്ടായത്. പോലീസ് മാനവീയ വീതിക്ക് സമീപമാണ് കോൺഗ്രസിൻ്റെ മാർച്ച് തടഞ്ഞത്. അവിടെ സ്റ്റേജ് കെട്ടി നേതാക്കൾ പ്രസംഗം തുടരുന്നതിനിടെ ഒരു സംഘം പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തും മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന് നേരെ വ്യാപകമായി ഇത്തരത്തിൽ കല്ലേറും ഒപ്പം തന്നെ പലക ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി പോലീസിനെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയുമായിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസ് ഷെല്ലും പ്രയോഗിച്ചത്. ആ സമയം പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും പല ഭാഗങ്ങളിൽ നിന്നായി ഈ പലക ഉൾപ്പെടെയുള്ളവ ഉപയോഗപ്പെടുത്തിയാണ് പിന്നീട് പോലീസിന് നേരെ അക്രമം നടത്തിയത്. തുടർന്ന് ഈ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തും നേതാക്കൾ സമീപത്തുണ്ടായിരുന്നു. അക്രമം തുടങ്ങിയ സമയം മുതൽ കെ സുധാകരനും VD സതീശനും അതുപോലെ തന്നെ ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുനിന്ന് വാഹനത്തിൽ കയറി മാറുകയായിരുന്നു. പിന്നീട് അക്ഷരാർത്ഥത്തിൽ ഒരു കലാപ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മാനവീയ വീതിയും ഒപ്പം തന്നെ ഈ KPCC ഓഫീസ് വരെയുള്ള പരിസരവും എന്ന് തന്നെ പറയാം. ഈ KPCC ഓഫീസിൻ്റെ ഭാഗത്തേക്ക് എത്തിയ പ്രവർത്തകർ ഇവിടെ KSRTC ബസ് ഉൾപ്പെടെ തടയുകയും അതിനെതിരെ അക്രമം നടത്തുകയും ഉൾപ്പെടെ ചെയ്തു. പിന്നീട് ഈ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയും കണ്ടു. എല്ലാം നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ KPCC ഓഫീസിൽ തന്നെ തങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ഈ KPCC ഓഫീസ് തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കുറേ പ്രവർത്തകർ ഇപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. തുടർ പ്രക്ഷോഭങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ളവ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കല്ലേറിലും ഒപ്പം തന്നെ ജലപീരങ്കി പ്രയോഗത്തിലും ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറിൽ 24 ന്യൂസ് ക്യാമറമാൻ ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു അക്രമ സമരം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നീടും പോലീസിന് നേരെയും ഒപ്പം തന്നെ നാട്ടുകാർക്ക് നേരെയും ഒക്കെ വലിയ രീതിയിലുള്ള അക്രമവും പ്രകോപനവും ആ രീതിയിൽ തുടർന്നുകൊണ്ടിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ ജലപീരങ്കിയും ടിയർ ഗ്യാസ് ഷെല്ലും പ്രയോഗിച്ചതിന് ശേഷം പിന്നീട് ആ പരിസരത്ത് നിന്ന് പോലീസ് മാറി KPCC ഓഫീസ് പരിസരത്തേക്ക് പ്രവർത്തകർ എത്തുകയായിരുന്നു. ഇപ്പോഴും ആ പ്രവർത്തകരാണ് ഈ തങ്ങി നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്ന് കേരള സദസ്സിൻ്റെ സമാപനം നടക്കാൻ പോകുന്ന ദിവസം തന്നെ കേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് അക്രമം നടത്തുന്നു, DYFI പ്രവർത്തകർ അക്രമം നടത്തുന്നെന്ന് ആരോപിച്ചുകൊണ്ട് നടന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഒക്കെ കണ്ടതുപോലെ പോലീസ് ബാരിക്കേഡിന് പിറകിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പോലീസ് ഈ ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകരെ തടയുകയും ഒപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വ്യാപകമായിട്ടുള്ള അക്രമം പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കീർത്തി, ശരി, വിജിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.